കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്നതോടെ രോഗികളെ ഒഴിപ്പിച്ചു. കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. അത്യാഹിത വിഭാഗത്തിലേക്ക് രോഗികളെ കൊണ്ടുവരരുതെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. 7:30 കാഷ്വാലിറ്റി ബ്ലോക്കിലെ UPSലുണ്ടായ ഷോർട്ട് സർക്യൂട്ടിൽ പുക ഉയരാൻ കാരണമായി എന്ന് സംശയിക്കുന്നത്. 4ാം നിലയിലും പരിശോധന നടത്തുകയാണ്. മന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിനോജ് തോമസും ദീപക് മലയമ്മയും നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ആദ്യം സിനോജ് തോമസിലേക്ക്. സിനോജ് തോമസ്, ഇപ്പോൾ സൂപ്രണ്ട് നൽകിയ വിശദീകരണത്തിലും നമ്മളോട് സൂപ്രണ്ട് സംസാരിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് UPSൽ നിന്ന് ഉയർന്ന പുകയാണ്, ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള പുകയാണ് പരിഭ്രാന്തി സൃഷ്ടിച്ചത്. രോഗികളെ പൂർണ്ണമായും കാഷ്വാലിറ്റി ബ്ലോക്കിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞുവോ? അരുകുമാർ, അങ്ങനെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഇപ്പോഴും ഫയർഫോഴ്സിൻ്റെ ആളുകൾ ഇവിടെയുള്ള ക്രമീകരണങ്ങൾ നടത്തി വരികയാണ്. പുക പൂർണ്ണമായും പുറത്തേക്ക് വലിച്ച് കളയാനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. അതായത് കാഷ്വാലിറ്റി ബ്ലോക്കിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള UPS റൂമിൽ നിന്ന് പുക വന്നു, അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, അങ്ങനെ തീപിടുത്തം ഉണ്ടായി എന്നാണ് പ്രാഥമികമായ വിവരം സ്ഥിരീകരിക്കുന്നത്. അത് പ്രകാരമുള്ള നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുക ഉയർന്നതോടുകൂടി 7:30 പുക ഉയരുന്നു. ഉടൻ തന്നെ കാഷ്വാലിറ്റിയിലുണ്ടായിരുന്ന രോഗികളെ പൂർണ്ണമായി ഇവിടെ നിന്ന് പുറത്തേക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പല സ്ഥലങ്ങളിൽ നിന്ന് ആംബുലൻസുകൾ കൂട്ടമായി കാഷ്വാലിറ്റി പരിസരത്തേക്ക് എത്തുന്നു. രോഗികളെ മുഴുവൻ കോഴിക്കോട് നഗരത്തിലെ വിവിധ ആശുപത്രികളിലേക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിവിധ വാർഡുകളിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അത്യാസന്ന നിലയിലുള്ള രോഗികളെ വിവിധ ആശുപത്രികളിലെ കാഷ്വാലിറ്റിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. എത്ര രോഗികളെ മാറ്റി എന്നൊരു കണക്ക് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അതായത് അടിയന്തര സാഹചര്യത്തിൽ മാറ്റിയത് കൊണ്ട് തന്നെ എത്ര രോഗികൾ ഏതൊക്കെ ആശുപത്രിയിൽ പോയി എന്നുള്ളതിൻ്റെ വിവരം മെഡിക്കൽ കോളേജ് അധികൃതർ എടുത്തു വരുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ HODമാരോട് അടിയന്തരമായി മെഡിക്കൽ കോളേജിലെത്താനും സൂപ്രണ്ടും പ്രിൻസിപ്പളും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് പ്രകാരം ഡോക്ടേഴ്സും മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നുണ്ട്. ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര രോഗികളുണ്ടായിരുന്നു തുടങ്ങിയ കണക്കുകൾ എടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇതൊരു ബഹുനില കെട്ടിടമാണ്, അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത കെട്ടിടമാണ്. അതിൻ്റെ 4ാം നിലയിൽ പ്രവർത്തിക്കുന്നത് ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെയുള്ള രോഗികളെ മാറ്റിയിട്ടില്ല എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞിരുന്നു. കാരണം ഈ പുക മുകളിലോട്ട് പോകാത്തത് കൊണ്ടാണ് ആ രോഗികളെ മാറ്റാതിരുന്നത്. ആ ഭാഗത്ത് നമുക്ക് വൈദ്യുതിയും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ കെട്ടിടത്തിൻ്റെ കാഷ്വാലിറ്റി ഉൾപ്പെടുന്ന ഏരിയ മുഴുവൻ ഇപ്പോഴും ഇരുട്ടിലാണ്. കാരണം വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. മറ്റ് ആശുപത്രികളിൽ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ഫയർഫോഴ്സും പോലീസും സന്നദ്ധ പ്രവർത്തകരും സിവിൽ ഡിഫൻസിൻ്റെ ആളുകളും ജനപ്രതിനിധികളും സ്ഥലം MPയും ഒപ്പം തന്നെ മേയർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് പുക ഇപ്പോഴും ചെറിയ തോതിൽ നിൽക്കുന്നുണ്ട്. എന്നാലും ഫയർഫോഴ്സ് അത് ക്ലീൻ ചെയ്യുന്ന പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു. തീപിടുത്തം ഉണ്ടായതുകൊണ്ട് തന്നെ വെള്ളം ചീറ്റിയാണ് ഇത് അടച്ചത്. അതുകൊണ്ട് കാഷ്വാലിറ്റി കെട്ടിടത്തിൻ്റെ അകത്ത് മുഴുവൻ വെള്ളമുണ്ട്. ഒപ്പം തന്നെ ഈ ആശുപത്രിക്ക് അകത്തുണ്ടായിരുന്ന ഉപകരണങ്ങൾ മുഴുവൻ പുറത്തേക്ക് വലിച്ച് മാറ്റിയിട്ടുണ്ട്. അതുൾപ്പെടെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇത് പുനഃസ്ഥാപിച്ചാൽ മാത്രമേ കാഷ്വാലിറ്റി പ്രവർത്തനം സാധാരണ നിലയ്ക്ക് മാറ്റാൻ കഴിയുള്ളൂ. പക്ഷേ അത് ഈ രാത്രി കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇത്രയധികം ക്ലീനിങ് നടത്തി ഈ എക്യുപ്മെൻറ്റ്സ് മുഴുവൻ പുനഃസ്ഥാപിച്ച് ഓക്സിജൻ ഒപ്പം തന്നെ വെന്റിലേറ്റർ സൗകര്യമൊക്കെ തന്നെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കാഷ്വാലിറ്റിയിലേക്ക് രോഗികളെ കൊണ്ടുവരരുത് എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് ആശുപത്രിയുടെ കാഷ്വാലിറ്റികളുടെ സേവനം ഉപയോഗിക്കണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ CTI MRI അതായത് സ്കാനിംഗ് റൂമിനോട് ചേർന്നുള്ള UPS റൂമിൽ നിന്നാണ് പുക ഉയരുന്നത്. അവിടെ തന്നെയാണ് പുക ഉയരുന്നതെന്ന് ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഇലക്ട്രിക് വിങ്ങിലെ ആളുകളൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ ആളുകളൊക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പുക ഏറെക്കുറെ പുറത്തേക്ക് മുഴുവൻ വലിച്ചെടുത്ത് കളയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിലും കാഷ്വാലിറ്റി അകം മുഴുവൻ ഇരുട്ടിലാണ്. ഫയർഫോഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള വെളിച്ച സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാഷ്വാലിറ്റിൻ്റെ അകത്ത് പരിശോധന നടത്തുന്നത്. അകത്തുള്ള വെള്ളം ഉൾപ്പെടെ പുറത്തേക്ക് തുടച്ച് മാറ്റി കളയേണ്ടതുണ്ട്. ഏതായാലും കാഷ്വാലിറ്റിയുടെ ഭാഗത്തുള്ള എല്ലാ രോഗികളെയും പൂർണ്ണമായും ഇവിടെ നിന്ന് വിവിധ ആശുപത്രികളിലേക്കും മെഡിക്കൽ കോളേജിൻ്റെ മറ്റ് വാർഡുകളിലേക്കും പൂർണ്ണമായി തന്നെ ഏകദേശം 1.5 മണിക്കൂർ സമയം എടുത്തുകൊണ്ടാണ് മാറ്റിയത്. ഏതായാലും എല്ലാ ആളുകളും പൂർണ്ണ സജ്ജരായി മുന്നോട്ട് വരികയും വേഗത്തിൽ പെട്ടെന്ന് ആളുകളെ മാറ്റാൻ സാധിക്കുകയും ചെയ്തു. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്, കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. എന്നാൽ എത്ര രോഗികളെ ഇവിടെ നിന്ന് മാറ്റി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. കണക്ക് മെഡിക്കൽ കോളേജ് അധികൃതർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയതുകൊണ്ട് ആംബുലൻസ് ഡ്രൈവർമാർക്ക് മാത്രമേ ഏത് ആശുപത്രിയിലേക്കാണ് രോഗിയെ മാറ്റിയെന്ന് അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നഗരത്തിലെ എല്ലാ ആശുപത്രികളിലേക്കുമുള്ള വിവരശേഖരണം മെഡിക്കൽ കോളേജ് അധികൃതർ എടുക്കുന്നുണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരും മറ്റു ആളുകളൊക്കെ തന്നെ അകത്ത് കയറി ബാക്കി ക്രമീകരണങ്ങൾ ഒരുക്കുന്നതാണ് കാണുന്നത്. ഷോർട്ട് സർക്യൂട്ടിൻ്റെ പ്രശ്നം കണ്ടെത്തി അത് പരിഹരിച്ചാൽ മാത്രമേ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ഈ ആശുപത്രി പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദീപക്, ഇപ്പോൾ ജില്ലാ കളക്ടർ കൂടി സ്ഥലത്തെത്തിയിട്ടുണ്ട്, മേയർ എത്തിയിട്ടുണ്ട്, MP എത്തിയിട്ടുണ്ട്, മറ്റ് ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. 1.5 വർഷം മുമ്പ് മാറ്റിപ്പണിത ബ്ലോക്കിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ സ്മോക്ക് ഉയർന്നിരിക്കുന്നത് അവിടുത്തെ UPSലാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറെ സംശയകരമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായിട്ടും പുക അവിടെ മാറ്റിയിട്ടുണ്ടോ?
ഫയർഫോഴ്സിന്റെ ഇപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടല്ലോ അല്ലേ? അരുൺകുമാർ, തീർച്ചയായും നമുക്ക് അതിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ കാണാം. ഒരു ക്യാമറയിൽ മറ്റൊരു ക്യാമറ അവിടെ കൃത്യമായി തന്നെ ജനപ്രതിനിധികളൊക്കെ എത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് ഇതിനകത്തേക്ക് കൃത്യമായി കാഴ്ച കിട്ടുന്ന രീതിയിലായിരുന്നില്ല. അത്ര കണ്ട് പുകപടലങ്ങൾ കയറിയിരിക്കുന്ന അവസ്ഥയായിരുന്നു. ഇപ്പോൾ ആ ദൃശ്യത്തിൽ കാണുന്ന ഭാഗമാണ് രജിസ്ട്രേഷൻ മേഖല എന്ന് പറയുന്നത്. ഈ രജിസ്ട്രേഷൻ മേഖലയുടെ ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാലാണ് ആ ഗ്രീൻ ഏരിയ വരുന്നത്. ആ ഗ്രീൻ ഏരിയയിൽ ഉൾപ്പെടെ പതിവ് പോലെ തന്നെ നിരവധിയായ രോഗികൾ ഇന്നുണ്ടായിരുന്നു. ഇതിൻ്റെ വലതുവശത്തേക്കാണ് റെഡ് ഏരിയയും യെല്ലോ ഏരിയയും വരുന്നത്. അതായത് ഗുരുതരമായ രോഗത്തോടു കൂടി ഇവിടേക്ക് പ്രാഥമിക ചികിത്സയും അല്ലെങ്കിൽ പ്രത്യേക വൈദ്യസഹായവും തേടിയെത്തുന്ന ആളുകൾ പോകുന്ന മേഖലയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ വലതുവശത്തെ മേഖല എന്ന് പറയുന്നത്. ആ രണ്ട് ഭാഗത്തും അത്ര കണ്ട് രോഗികളുടെ ആധിക്യമുണ്ടായിരുന്നു. ഏതാണ്ട് 500-ൽ പരം ആളുകൾ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഇതിനകത്തുണ്ടായിരുന്നിരിക്കാം എന്നുള്ളതാണ് പ്രാഥമികമായി പുറത്തേക്ക് വരുന്ന വിവരം എന്ന് പറയുന്നത്. അതേസമയം തന്നെ കൃത്യമായ കണക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളൊരു വസ്തുത കൂടി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ 8 മണിയോടുകൂടി സംഭവം നടക്കുന്നു. ആ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ആശുപത്രിയുടെ മുകൾ ഭാഗത്തെ ബ്ലോക്കുകളിലേക്ക് കൂടി ആളുകളെ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യവും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ രോഗികളെ പൂർണ്ണമായും ഇവിടെ നിന്ന് എളുപ്പത്തിൽ മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് അത്യാഹിതങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി എന്നുള്ളത് അല്പമെങ്കിലും ആശ്വസിക്കാൻ പറ്റുന്ന കാര്യമുണ്ട് താനും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. അതിനകത്തുണ്ടായിരുന്ന സാധന സാമഗ്രികളൊക്കെ തന്നെ ഇവിടേക്ക് പുറത്തേക്ക് മാറ്റിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ രീതിയിലുള്ള പരിശോധനകളുടെ ഭാഗമായി ഈ ഒരു കാഷ്വാലിറ്റിയിൽ ഈ സംഭവം നടന്നതിൻ്റെ മറുവശത്തേക്ക്, അതായത് പുറകുവശത്തേക്കൊക്കെ പോകുന്ന ദൃശ്യങ്ങൾ കൂടി കാണാൻ സാധിക്കും. ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച കൃത്യമായ പരിശോധനകളിലേക്ക് കടക്കേണ്ടി വരും. അതിപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ ആ കാര്യത്തിലൊക്കെ തന്നെ ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഒരു അപകടം സംഭവിക്കാവുന്ന തരത്തിലേക്ക് എങ്ങനെ ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ അത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ പരിശോധനയിലേക്ക് പോകേണ്ടതുണ്ട്. നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അതിനകത്ത് പരിശോധന തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ വലിയ വിന്യാസം തന്നെ ഇതിനോടകം ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ബെഡ് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികളൊക്കെ ഇതിനകത്ത് നിന്ന് ഇപ്പോൾ മാറ്റുകയും ചെയ്യുന്നുണ്ട്. ന്യൂറോ സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രോഗികൾ 4ാം നിലയിലുണ്ട്. അവിടേക്ക് ഇതിനോടകം തന്നെ HOD-മാർ ഉൾപ്പെടെ പോവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവിടേക്ക് ചെറിയ രീതിയിലെങ്കിലും പുകപടലങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഡോക്ടർമാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ആ രോഗികളെ കൂടി അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റണം എന്നുള്ള നിർദ്ദേശം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെ ഇതിനോടകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആശ്വാസകരമായ കാര്യം അത്യാഹിതങ്ങളിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നുള്ളത് മാത്രമാണ്. നിരവധിയായ ആംബുലൻസ് സർവീസുകൾ ഉൾപ്പെടെ ആ ഘട്ടത്തിൽ തന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് രോഗികളെയൊക്കെ മാറ്റാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെ നേരത്തെ സംസാരിക്കുമ്പോഴും പറഞ്ഞത് അത്തരത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്ക് പോകാതിരുന്നു എന്നുള്ള ആശ്വാസം മാത്രമാണ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കാഷ്വാലിറ്റിയുടെ പിൻഭാഗമാണ്. ഇത്രയും സമയം നമ്മൾ മുൻഭാഗത്തു കൂടി പുകപടലങ്ങൾ വലിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടിരുന്നു. ഇപ്പോൾ കാണുന്നത് പിൻഭാഗമാണ്. അവിടേക്കുള്ള പരിശോധനകൾ കൂടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് ഉദ്യോഗസ്ഥരുടെ വെളിച്ചം കാര്യമായിട്ടില്ല ആ പ്രദേശത്തൊന്നും. ഈ ഏതെങ്കിലും ഭാഗത്ത് ആശുപത്രിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഇല്ല. അങ്ങനെ ഇതിനോടൊപ്പം സംഘം മുകൾ തട്ടിലേക്ക് SP ഉൾപ്പെടെയുള്ള സംഘം മുകൾ തട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ പൂർണ്ണമായും വൈദ്യുതി ബന്ധം താറുമാറാകുന്ന സാഹചര്യം ഇല്ല. താഴെ ഈ ഒരു കാഷ്വാലിറ്റി ബ്ലോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പൂർണ്ണതോതിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് പുനഃസ്ഥാപിക്കണമെങ്കിൽ എത്രത്തോളം സമയമെടുക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഈ ഒരു ഘട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. മിജേഷ് ഈ ഒരു ബ്ലോക്കിലേക്കൊക്കെ നോക്കിയാൽ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വൈദ്യുതി ബന്ധം പൂർണ്ണമായും താറുമാറാകുന്ന സ്ഥിതിവിശേഷമില്ല. അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യവും നിലവിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ബുദ്ധിമുട്ട് സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവിടെ നിലവിൽ ആശങ്കയുള്ള സാഹചര്യമില്ല. മുഴുവൻ രോഗികളെയും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നാൽ അത്യാഹിത വിഭാഗത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കും. അതിനുള്ള നീക്കം നടക്കുകയാണ്. എവിടെയാണ് ഷോർട്ട് സർക്യൂട്ട് വന്നത് എന്നതിലേക്കുള്ള അന്വേഷണം നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഴുവൻ രോഗികളെയും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആർക്കും ആ രീതിയിൽ ഒരു പരാതി ഇപ്പോഴില്ല, അല്ലേ?
ഇല്ല, അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം പൂർണ്ണമായിട്ടും ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഇവിടെ നിന്നും രോഗികളെ, പ്രത്യേകിച്ച് കാഷ്വാലിറ്റിയിലുണ്ടായിരുന്ന, അവിടെയാണ് ഏറ്റവും കൂടുതൽ പുകപടലങ്ങൾ വന്നിരുന്നത്, അവിടെ നിന്നും രോഗികളെ പൂർണ്ണമായും പെട്ടെന്ന് തന്നെ മറ്റ് ആശുപത്രികളിലേക്കും പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൻ്റെ ഓൾഡ് ബ്ലോക്കിലേക്കുമൊക്കെ മാറ്റി അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പല വിധത്തിലുള്ള രോഗബാധയുള്ള ആളുകളുണ്ട്, അവരെയൊക്കെ തന്നെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായും ഇവിടുത്തെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ പോകും. കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം നിലച്ചിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്ത് ഇവിടെ ചികിത്സയിലുള്ള രോഗികൾക്ക് മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാഹചര്യമില്ല. PMSSY ബ്ലോക്കാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത്. അതിൻ്റെ മുകൾ തട്ടിലേക്കൊക്കെ നമുക്ക് കാണാം. അവിടെയുള്ള മുറികളിലൊക്കെ തന്നെ കൃത്യമായി വൈദ്യുതി ഉണ്ട്, അവിടെ ഫാനുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ അവിടെയൊക്കെ ചികിത്സയിൽ കഴിയുന്ന രോഗികളെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ആശങ്കയ്ക്ക് ഏതെങ്കിലും തരത്തിൽ കുറച്ചെങ്കിലും കാര്യമുണ്ട് എങ്കിൽ അത് ആ നിലയ്ക്ക് തന്നെ സോർട്ട് ഔട്ട് ചെയ്യുകയും അതനുസരിച്ചുകൊണ്ട് ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മുഴുവൻ HOD-മാരെയും തിരിച്ചു വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്പം മുൻപ് പ്രിൻസിപ്പൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ HOD-മാരുടെ കീഴിൽ വരുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പുകപടലം വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായും മറ്റു തരത്തിലേക്ക് ചികിത്സ നൽകുന്ന കാര്യത്തിലേക്ക് പോകാനും കഴിയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആശങ്കയ്ക്ക് നിലവിൽ അടിസ്ഥാനമില്ല എന്ന് തന്നെ പൂർണ്ണമായും പ്രധാനപ്പെട്ട കാര്യമാണ് ദീപക്. അത് ആശ്വാസകരമായ വാർത്തയുമാണ്. ദീപക്, ഇനി ഷോർട്ട് സർക്യൂട്ട് വന്ന സ്ഥലത്തെ ദൃശ്യങ്ങൾ പകർത്താൻ അനുവാദമുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ആശ്വസിക്കാവുന്ന വാർത്തയുള്ളത് മുഴുവൻ രോഗികളെയും ഈ കാഷ്വാലിറ്റി ബ്ലോക്കിൽ നിന്ന് മറ്റ് ബ്ലോക്കുകളിലേക്കും മറ്റ് ഹോസ്പിറ്റലിലേക്കും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിലൊരു കാഷ്വാലിറ്റിയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. ആ പ്രദേശത്ത്, ആ ബ്ലോക്കിൽ ഇപ്പോഴും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. UPS-ൽ എങ്ങനെയാണ് ഷോർട്ട് സർക്യൂട്ട് വന്നത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു. 1.5 വർഷം മുമ്പ് പുതുതായിട്ട് മാറ്റിപ്പണിത ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ സംശയകരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലാണ് ഇനി അന്വേഷണം നടക്കേണ്ടത്.